ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയുമില്ല, കക്ഷത്തിലിരിക്കുന്നതാകട്ടെ പോവുകയും ചെയ്തു. IPL 2025 സീസണിൽ ലക്നൗ സൂപ്പർ ജയൻസ് ഉടമ ഗോയങ്കയുടെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. കാരണം 27 കോടിക്കൊരാളെ റെക്കോർഡ് തുകയ്ക്ക് ലേലത്തിനെടുക്കുന്നു. അയാൾ കളിക്കുന്നില്ല, ഒരാളെ പരിഹസിച്ച് വിടുന്നു. അയാളാണെന്ന് വെച്ചാൽ ഡൽഹിയിൽ ചെന്ന് വളരെ മികച്ച ബാറ്റിംഗ് കാഴ്ചവെക്കുന്നു. ഗോയങ്കയുടെ വിധി അല്ലാതെന്തു പറയാൻ. ഹായ് ഫ്രണ്ട്സ്, സിക്സ് സ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. IPL കഴിഞ്ഞ മത്സരത്തിൽ KL രാഹുൽ തകർത്തു കളിച്ചതിന് പിന്നാലെ ലക്നൗ സൂപ്പർ ജയൻസ് ഉടമ സഞ്ജീവ് ഗോയങ്കയ്ക്ക് നേരെ ട്രോൾ മഴയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. കഴിഞ്ഞ സീസണിൽ KL രാഹുലിനെ പരസ്യമായി ഗ്രൗണ്ടിൽ നിന്ന് ശകാരിച്ചു വിട്ട ഗോയങ്ക താരം ടീം വിട്ടതിന് ശേഷം പരിഹാസ പരാമർശവും നടത്തിയിരുന്നു. ഋഷഭ് പന്തിന് റെക്കോർഡ് തുകയായ 27 കോടി രൂപയ്ക്ക് സ്വന്തമാക്കുകയായിരുന്നു ഇത്തവണ ലക്നൗ. മെഗാ താർ ലേലത്തിൽ ഋഷഭ് പന്തിന് റെക്കോർഡ് തുകയായ 27 കോടി രൂപയ്ക്ക് സ്വന്തമാക്കുകയും ക്യാപ്റ്റനാക്കുകയും കൂടി ചെയ്തു ലക്നൗ സൂപ്പർ ജയൻസ്. എന്നാൽ പുതിയ സീസണിൽ ആകെ കളിച്ച 4 മത്സരങ്ങളിൽ 19 റൺസ് മാത്രമാണ് ഋഷഭ് പന്തിന് നേടാൻ കഴിഞ്ഞത്. വിക്കറ്റ് കീപ്പിങ്ങിലും പരാജയമായിരുന്നു എന്ന് വേണം പറയാൻ. എന്നാൽ ആദ്യ കളി കളിക്കാതിരുന്നത് പിന്നീട് മടങ്ങിയെത്തിയ KL രാഹുൽ ഡൽഹിക്ക് വേണ്ടി മികച്ച പ്രകടനമാണ് ഈ സീസണിൽ നടത്തിയത്. കളിച്ച ആദ്യ മത്സരത്തിൽ ബിഗ് ഇന്നിങ്സുകൾ കളിക്കാനായില്ലെങ്കിലും മികച്ച ഇന്നിങ്സുകളിൽ സിക്സറുകൾ പറത്തിയിരുന്നു. പിന്നീട് ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിൽ താരത്തിലെ IPL ഏറ്റവും വലിയ വ്യക്തിഗത സ്കോറും നേടി. 51 പന്തിൽ 3 സിക്സറുകളും 6 ഫോറുകളും അടക്കം 77 റൺസാണ് കഴിഞ്ഞ മത്സരത്തിൽ രാഹുൽ അടിച്ചുകൂട്ടിയത്. രാഹുലിൻ്റെ ഇന്നിങ്സിൻ്റെ ബലത്തിൽ ടീം 20 ഓവറിൽ 183 റൺസ് എടുക്കുകയും ചെന്നൈയെ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്ന് 2 കാര്യങ്ങളാണ് നമുക്ക് വ്യത്യസ്തമായി തോന്നുന്നത്. ഒരിക്കലും ആരെയും ശകാരിക്കരുത്, ആവശ്യത്തിന് മാത്രം. ഇതൊരു കായിക ഇനമാണ്. ചിലപ്പോൾ ഫോം ആകാം, ചിലപ്പോൾ ഫോം ആകാതിരിക്കാം. തെറ്റുകൾ തിരുത്തി എല്ലാവരും മുന്നോട്ട് പോവുക. ഋഷഭ് പന്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോടും വിയോജിക്കുന്നു. പഞ്ചാബ് കിങ്സ് 11 തന്നെ ലേലത്തിനെടുക്കരുതെന്ന് പ്രാർത്ഥിച്ചിരുന്നു, തൻ്റെ വീട്ടുകാർ പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. അതൊരിക്കലും ശരിയായില്ല. ഏത് ടീമിനെടുത്താലും ആത്മാർത്ഥയോടെ ആ ടീമിനായി കളിക്കുക എന്നുള്ളതാണ് കളിക്കാരുടെ ധർമ്മം. മെഗാ താർ ലേലത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതും അതിനു വേണ്ടിയാണ്. ഇനിയെങ്കിലും പന്തിന് ഫോമായി മികച്ച പ്രകടനം നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. KL രാഹുലും ഫോമിലേക്ക് ഉയരട്ടെ. മികച്ചൊരു ഗെയിം കാണികൾക്കായി ഒരുക്കട്ടെ IPL എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നുകൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.